2026 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, അൽഫിനെയും ബേയിനെയും ഓർമ്മിക്കൂ. അതായത് ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ, എങ്കിൽ രമണീയമായി മാറും. ബാബയും രമണീയമാണ്. അപ്പോൾ ബാബയുടെ കുട്ടികളും രമണീയം ആകേണ്ടതാണ്. ചോദ്യം: ദേവതമാരുടെ ചിത്രങ്ങളുടെ ആകർഷണം എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അവരിൽ ഏതൊരു വിശേഷ ഗുണമാണുള്ളത്? ഉത്തരം: ദേവതമാർ വളരെ രമണീകവും പവിത്രവുമാണ്. രമണീകത കാരണം അവരുടെ ചിത്രങ്ങൾക്കും ആകർഷണമുണ്ടാകുന്നു. ദേവതമാരിൽ പവിത്രതയുടെ വിശേഷ ഗുണമുണ്ട്. ആ ഗുണം കാരണമാണ് അപവിത്ര മനുഷ്യർ കുനിയുന്നത്. ആരിലാണോ സർവ ദൈവിക ഗുണങ്ങളുള്ളത്, ആരാണോ സദാ സന്തോഷമായിരിക്കുന്നത്, അവരാണ് രമണീകമാകുന്നത്. ഓം ശാന്തി. ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും മേള എത്ര വണ്ടർഫുള്ളാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണ്. അപ്പോൾ കുട്ടികളും എത്ര രമണീകമാകേണ്ടതാണ്. ദേവതമാരും രമണീകമാണല്ലോ. എന്നാൽ രാജധാനി വളരെ വലുതാണ്. എല്ലാവരും ഏകരസമായി ഒന്നുപോലെ രമണീകമാവുക സാധ്യമല്ല. എങ്കിലും ചില കുട്ടികൾ വളരെ രമണീകമാണ്. ആരാണ് രമണീകമാകുന്നത്? ആരാണോ സദാ സന്തോഷമായിരിക്കുന്നത്, ആരിലാണോ ദൈവീ ഗുണങ്ങളുള്ളത്. ഈ രാധയും കൃഷ്ണനും തുടങ്ങിയവർ രമണീകമാണല്ലോ. അവരിൽ വളരെയധികം ആകർഷണമുണ്ട്. ഏതൊരു ആകർഷണമാണ്? പവിത്രതയുടെ. കാരണം ഇവരുടെ ആത്മാവും പവിത്രമാണ്. അപ്പോൾ ശരീരവും പവിത്രമാണ്. അതിനാൽ പവിത്ര ആത്മാക്കൾ അപവിത്രമായവരെ ആകർഷിക്കുന്നു. അവരുടെ ചരണങ്ങളിൽ വീഴുന്നു. അവരിൽ എത്ര ശക്തിയാണുള്ളത്. സന്യാസിയായിരുന്നാലും അവർ ദേവതമാരുടെ മുന്നിൽ തീർച്ചയായും കുനിയുന്നു. ചിലരൊക്കെ വളരെ ഗർവുള്ളവരായിരിക്കും. എങ്കിലും ദേവതമാരുടെ മുന്നിൽ അഥവാ ശിവന്റെ മുന്നിൽ തീർച്ചയായും കുനിയും. ദേവതമാരുടെ ചിത്രങ്ങൾക്ക് മുന്നിലും കുനിയുന്നു. കാരണം ബാബയും രമണീകമാണ്. അപ്പോൾ ബാബയാൽ തയ്യാറാക്കപ്പെട്ട ദേവീ ദേവതമാരും രമണീകമാണ്. അവരിൽ പവിത്രതയുടെ ആകർഷണമുണ്ട്. അവരുടെ ആ ആകർഷണം ഇപ്പോൾ വരെയും തുടരുന്നു. നമ്മൾ ഈ ലക്ഷ്മി നാരായണനാകും എന്നാരാണോ മനസ്സിലാക്കുന്നത്, അപ്പോൾ എത്രത്തോളം ഇവരിൽ ആകർഷണമുണ്ടോ അത്രയും ആകർഷണം നിങ്ങളിലും ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങളുടെ ഈ സമയത്തെ ആകർഷണം പിന്നെ അവിനാശിയാകുന്നു. എല്ലാവരുടേതും ആകുന്നില്ല, നമ്പർ വൈസ് ആണല്ലോ. ഭാവിയിൽ ആരായിരിക്കുമോ ഉയർന്ന പദവി നേടുന്നത്, അവരിൽ ഇവിടെ തന്നെ ആകർഷണം ഉണ്ടായിരിക്കും. കാരണം ആത്മാവ് പവിത്രമായി മാറുന്നു. നിങ്ങളിലും കൂടുതൽ ആകർഷണം ഉണ്ടാകുന്നത് ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുന്നവരിലാണ്. യാത്രയിൽ തീർച്ചയായും പവിത്രമായി ഇരിക്കുന്നു. പവിത്രതയിൽ തന്നെയാണ് ആകർഷണമുള്ളത്. പവിത്രതയുടെ ആകർഷണം പിന്നെ പഠനത്തിലും ആകർഷണം കൊണ്ടുവരുന്നു. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. നിങ്ങൾ അവരുടെ, അതായത് ലക്ഷ്മി നാരായണന്റെ ഓക്കുപേഷൻ അറിയുന്നുണ്ട്. അവരും എത്ര ബാബയെ ഓർമ്മിച്ചിട്ടുണ്ടാകും. ഇവർ ഏതൊരു രാജപദമാണോ നേടിയത്, അത് തീർച്ചയായും രാജയോഗത്തിലൂടെയാണ് നേടിയത്. ഈ സമയം നിങ്ങൾ ഈ പദവി നേടുവാനായി വന്നിരിക്കുന്നു. ബാബ ഇരുന്ന് നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. ഈ ഉറച്ച നിശ്ചയം വരുത്തിയാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ബാബയും അത് തന്നെയാണ്, പഠിപ്പിക്കുന്നവനും അത് തന്നെയാണ്. ആ ഒന്ന് തന്നെയാണ് കൂടെ കൊണ്ടുപോകുന്നവനും. അതിനാൽ ഈ ഗുണം സദാ ഉണ്ടായിരിക്കേണ്ടതാണ്. സദാ ഹർഷിതമുഖരായിരിക്കൂ. സദാ ഹർഷിതമായിരിക്കുന്നത് ബാബയുടെ, അതായത് അൽഫിൻ്റെ ഓർമ്മയിലിരിക്കുമ്പോഴാണ്. അപ്പോൾ തന്നെയാണ് ബേയുടെയും ഓർമ്മ നിലനിൽക്കുന്നത്. ഇതിലൂടെ വളരെയധികം രമണീകവുമാകും. കുട്ടികളായ നിങ്ങൾക്കറിയാം,
നമ്മൾ ഇവിടെ രമണീകമായി, പിന്നെ ഭാവിയിൽ ഇങ്ങനെ രമണീകമാകും. ഇവിടുത്തെ പഠനം തന്നെയാണ് അമരപുരിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ സത്യമായ ബാബ നിങ്ങളെ സത്യമായ സമ്പാദ്യം ചെയ്യിക്കുകയാണ്. ഈ സത്യമായ സമ്പാദ്യം തന്നെയാണ് 21 ജന്മത്തേക്ക് കൂടെ വരുന്നത്. പിന്നെ ഭക്തിമാർഗത്തിൽ ഏതൊരു സമ്പാദ്യം നടത്തുന്നു അത് അല്പകാലത്തെ സുഖത്തിനു വേണ്ടി തന്നെയാണ്. അതൊരിക്കലും സദാ കൂടെ പോവുകയില്ല. അപ്പോൾ ഈ പഠനത്തിൽ കുട്ടികൾ വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ടതാണ്. നിങ്ങൾ സാധാരണമാണ്. നിങ്ങളെ പഠിപ്പിക്കുന്നവനും സാധാരണ രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ പഠിക്കുന്നവരും സാധാരണമായിരിക്കും. ഇല്ലെങ്കിൽ ലജ്ജ തോന്നും. നമ്മൾ കൂടിയ വസ്ത്രം എന്തിനു ധരിക്കണം? നമ്മുടെ മമ്മയും ബാബയും എത്ര സാധാരണമാണ്, അപ്പോൾ നമ്മളും സാധാരണമാണ്. ഇവർ എന്തുകൊണ്ട് സാധാരണമായി ഇരിക്കുന്നു? കാരണം വനവാസത്തിലാണല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ വിവാഹമൊന്നും കഴിക്കരുത്. അവർ വിവാഹം കഴിക്കുമ്പോൾ കുമാരി വനവാസത്തിലിരിക്കുന്നു. മലിനമായ വസ്ത്രം ധരിക്കുന്നു, എണ്ണയും മറ്റും തേക്കുന്നു. കാരണം അമ്മായി അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്. ബ്രാഹ്മണരിലൂടെ വിവാഹ നിശ്ചയം നടക്കുന്നു. നിങ്ങൾക്കും പോകേണ്ടത് അമ്മായി അച്ഛൻ്റെ വീട്ടിലേക്കാണ്. രാവണപുരിയിൽ നിന്നും രാമപുരിയിലേക്ക് അഥവാ വിഷ്ണുപുരിയിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ വനവാസത്തിൻ്റെ സമ്പ്രദായം വച്ചിരിക്കുന്നത് ദേഹത്തിൻ്റെയോ വസ്ത്രങ്ങളുടെയോ മറ്റോ യാതൊരു അഭിമാനവും വരാതിരിക്കാനാണ്. ആരുടെയെങ്കിലും വില കുറഞ്ഞ സാരിയാണ് എന്നിരിക്കട്ടെ, മറ്റൊരാളുടെ അടുക്കൽ കൂടിയ സാരിയുണ്ട് എന്ന് കാണുമ്പോൾ ചിന്ത നടക്കുന്നു. ഇവർ വനവാസത്തിലല്ല എന്ന് ചിന്തിക്കുന്നു. എന്നാൽ നിങ്ങൾ വനവാസത്തിൽ ഇങ്ങനെ സാധാരണമായി ഇരുന്നു കൊണ്ട് ആർക്കെങ്കിലും ഇത്രയും ഉയർന്ന ജ്ഞാനം നൽകൂ. ഇത്രയും ലഹരി കയറിയിട്ടുണ്ടെങ്കിൽ അവർക്കും അമ്പ് തറയും. പാത്രം തേച്ചുകൊണ്ടിരിക്കുകയാണ്, വസ്ത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും വരികയാണ് എങ്കിൽ നിങ്ങൾ ഉടൻ അവർക്ക് അൽഫിൻ്റെ, അതായത് ബാബയുടെ ഓർമ്മ വരുത്തൂ. നിങ്ങൾക്ക് ആ ലഹരി കയറിയിരിക്കുകയും സാധാരണ വസ്ത്രത്തിലിരുന്ന് ആർക്കെങ്കിലും നോളജ് നൽകുകയാണ് എങ്കിൽ അവരും അതിശയിക്കും, ഇവരിൽ എത്ര ഉയർന്ന ജ്ഞാനമാണുള്ളത്. ഈ ജ്ഞാനം ഗീതയിലേതാണ്, ഭഗവാനാൽ നൽകപ്പെട്ടതാണ്. രാജയോഗം ഗീതയിലെ ജ്ഞാനം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലഹരി കയറുന്നുണ്ടോ? ബാബ തൻ്റെ ഉദാഹരണം പറഞ്ഞു തരുന്നു. ഞാൻ കുട്ടികളുടെ കൂടെ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കൂ. ഏതെങ്കിലും ജിജ്ഞാസു മുന്നിൽ വന്നു എങ്കിൽ ഉടൻ അവർക്ക് ബാബയുടെ പരിചയം നൽകുന്നു. യോഗത്തിൻ്റെ ശക്തിയും യോഗബലവും ഉള്ളത് കാരണം അവരും അവിടെ തന്നെ നിന്നു പോകും, അതിശയിക്കും. ഇയാൾ ഇത്ര സാധാരണമാണ്, ഇദ്ദേഹത്തിൽ ഇത്രയും ശക്തിയുണ്ട്. പിന്നെ അവർക്ക് ഒന്നും സംസാരിക്കുവാൻ സാധിക്കില്ല. മുഖത്ത് നിന്നും ഒരു കാര്യവും വരില്ല. നിങ്ങൾ ശബ്ദത്തിനുപരിയായതുപോലെ അവരും ശബ്ദത്തിനുപരിയായി മാറും. ഈ ലഹരി ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ വന്നു എങ്കിൽ അവരെ നിർത്തിക്കൊണ്ട് തന്നെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുവാനുള്ള മതം നൽകുവാൻ സാധിക്കും. ഉള്ളിൽ ഇത്രയും ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. തൻ്റെ താല്പര്യത്തിൽ നിവർന്നു നിൽക്കണം. ബാബ സദാ പറയുന്നു, നിങ്ങളുടെ അടുക്കൽ ജ്ഞാനമുണ്ട്, പക്ഷേ യോഗത്തിൻ്റെ മൂർച്ചയില്ല. പ്യൂരിറ്റിയിലും ഓർമ്മയിലും ഇരിക്കുന്നതിലൂടെ തന്നെയാണ് മൂർച്ച വരുന്നത്. ഓർമ്മയുടെ യാത്രയിലൂടെ നിങ്ങൾ പവിത്രമാകുന്നു, ശക്തി ലഭിക്കുന്നു. ജ്ഞാനമാണെങ്കിൽ ധനത്തിൻ്റെ കാര്യമാണ്. സ്കൂളിൽ പഠിച്ച ശേഷം MA BA തുടങ്ങിയവ ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഇത്രയും പൈസ ലഭിക്കുന്നു. ഇവിടത്തേത് മറ്റൊരു കാര്യമാണ്. ഭാരതത്തിൻ്റെ പ്രാചീന യോഗം പ്രശസ്തമാണ്. ഇതാണ് ഓർമ്മ. ബാബ സർവശക്തിവാനാണ്. അപ്പോൾ കുട്ടികൾക്ക് ബാബയിൽ നിന്നും ശക്തി ലഭിക്കുന്നു. കുട്ടികൾക്ക് ഉള്ളിൽ ഇതുണ്ടായിരിക്കണം. നമ്മൾ ആത്മാക്കൾ ബാബയുടെ സന്താനമാണ്.
എന്നാൽ ബാബയുടെ അത്രയും നമ്മൾ പവിത്രമല്ല. ഇപ്പോൾ ആകേണ്ടതുണ്ട്. ഇപ്പോൾ എയിം ഓബ്ജക്റ്റ് ഉണ്ട്. യോഗത്തിലൂടെ തന്നെയാണ് നിങ്ങൾ പവിത്രമാകുന്നത്. ആരാണോ അനന്യരായ കുട്ടികൾ, അവർ മുഴുവൻ ദിവസവും ഇതേ ചിന്ത നടത്തിക്കൊണ്ടിരിക്കും. ആര് തന്നെ വന്നാലും നമ്മൾ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കട്ടെ. ദയവ് തോന്നണം. പാവങ്ങൾ അന്ധന്മാരാണ്. അന്ധന്മാർക്ക് ഊന്നുവടി പിടിച്ചു കൊടുത്ത് കൊണ്ടുപോകുന്നല്ലോ. ഇവരെല്ലാം അന്ധരാണ്. ജ്ഞാനചക്ഷുസില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം ലഭിച്ചു. അതിനാൽ സർവ്വതും അറിഞ്ഞു കഴിഞ്ഞു. മുഴുവൻ സൃഷ്ടിയുടെ ആദ്യമധ്യ അന്ത്യത്തെ നമ്മൾ ഇപ്പോൾ അറിയുന്നു. ഇതെല്ലാം ഭക്തിമാർഗത്തിൻ്റെ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മുൻപും അറിയാമായിരുന്നു. ഹിയർ നോ ഈവിൾ, സീ നോ ഈവിൾ. ഈ ചിത്രം എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു? ലോകത്തിൽ ആരും തന്നെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഇപ്പോൾ അറിയുന്നു. ബാബ എങ്ങനെയാണോ നോളജ്ഫുൾ ആയിരിക്കുന്നത്, ആ ഒന്നിൻ്റെ കുട്ടികളായ നിങ്ങളും ഇപ്പോൾ നോളജ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച്. ചിലർക്കൊക്കെ ആണെങ്കിൽ വളരെയധികം ലഹരി കയറുന്നു. ആഹാ, ബാബയുടെ കുട്ടിയായിട്ട് ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്ത് എടുത്തില്ല എങ്കിൽ കുട്ടിയായിട്ട് എന്താണ് ചെയ്തത്? ദിവസവും രാത്രിയിൽ തൻ്റെ കണക്ക് നോക്കണം. ബാബ വ്യാപാരിയാണല്ലോ. വ്യാപാരികൾക്ക് കണക്കെടുക്കുന്നത് സഹജമാണ്. ഗവൺമെൻറ് സർവൻറ്റിന് കണക്കെടുക്കുവാൻ അറിയില്ല. അവർ വ്യാപാരിയുമല്ല. വ്യാപാരികൾ നന്നായി മനസ്സിലാക്കും. നിങ്ങൾ വ്യാപാരിയാണ്. നിങ്ങൾ തൻ്റെ ലാഭവും നഷ്ടവും മനസ്സിലാക്കുന്നു. ദിവസവും കണക്ക് നോക്കൂ. കണക്ക് സൂക്ഷിക്കൂ. നഷ്ടമാണോ അതോ നേട്ടമാണോ? വ്യാപാരികളാണല്ലോ. ബാബ വ്യാപാരിയാണ്, രത്നാകരനാണ് എന്ന മഹിമയുണ്ടല്ലോ. അവിനാശി ജ്ഞാനരത്നങ്ങളുടെ കരാർ നൽകുന്നു. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച്. എല്ലാവരും തീക്ഷ്ണബുദ്ധി അല്ല. ഒരു കാതിലൂടെ കേൾക്കുന്നു, പിന്നെ മറു കാതിലൂടെ പോകുന്നു. സഞ്ചിയിലുള്ള ഓട്ടയിലൂടെ പുറത്തു പോകുന്നു. സഞ്ചി നിറയുന്നില്ല. ബാബ പറയുന്നു, ധനം നൽകിയാൽ ധനം കുറഞ്ഞു പോകില്ലല്ലോ. അവിനാശി ജ്ഞാനരത്നമാണല്ലോ. ബാബ രൂപ് ബസന്താണ്, ആത്മാവാണ്. ആ ഒന്നിൽ ജ്ഞാനമുണ്ട്. ആ ഒന്നിൻ്റെ കുട്ടികളായ നിങ്ങളും രൂപ് ബസന്താണ്. ആത്മാവിൽ ജ്ഞാനം നിറയുന്നു. അതിന് രൂപമുണ്ട്. ആത്മാവ് ചെറുതായിരുന്നാലും രൂപമുണ്ടല്ലോ. അതിനെ അറിയുകയാണ് ചെയ്യുന്നത്. പരമാത്മാവിനെയും അറിയുകയാണ് ചെയ്യുന്നത്. സോമനാഥൻ്റെ ഭക്തി ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ചെറിയ സ്റ്റാറിൻ്റെ എന്ത് പൂജ ചെയ്യും? പൂജയ്ക്ക് വേണ്ടി എത്ര ലിംഗങ്ങൾ ഉണ്ടാക്കുന്നു? മട്ടുപാവോളം വലിയ വലിയ ശിവലിംഗങ്ങളും ഉണ്ടാക്കുന്നു. യഥാർത്ഥത്തിൽ ചെറുതാണ്, എന്നാൽ പദവി ഉയർന്നതാണല്ലോ. ബാബ കഴിഞ്ഞ കൽപ്പത്തിലും പറഞ്ഞിരുന്നു, ഈ ജപതപങ്ങളിലൂടെ ഒരു പ്രാപ്തിയുമില്ല. ഇതെല്ലാം ചെയ്ത് താഴേക്ക് തന്നെയാണ് വീണുകൊണ്ടിരിക്കുന്നത്. ഏണിപ്പടി താഴോട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. നിങ്ങളുടേത് ഇപ്പോൾ കയറുന്ന കലയാണ്. ബ്രാഹ്മണരായ നിങ്ങൾ ആദ്യ നമ്പറിലെ ജിന്നാണ്. ഒരു കഥയുണ്ടല്ലോ. ജിന്ന് പറഞ്ഞു, എനിക്ക് ജോലി തന്നില്ലെങ്കിൽ ഭക്ഷിച്ചു കളയും എന്ന്. അപ്പോൾ ജിന്നിന് ജോലി നൽകി. പടികൾ കയറുകയും ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ അതിന് ജോലി ലഭിച്ചു. ബാബയും പറഞ്ഞിരിക്കുകയാണ്, ഈ പരിധിയില്ലാത്ത പടികൾ നിങ്ങൾ ഇറങ്ങുന്നു, പിന്നെ കയറുന്നു. നിങ്ങൾ തന്നെയാണ് മുഴുവൻ പടിയും ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത്. ജിൻ നിങ്ങളാണ്. മറ്റാരും പൂർണ്ണമായും പടികൾ കയറുന്നില്ല. ഫുൾ പടികളുടെ ജ്ഞാനം നേടുന്നതിലൂടെ നിങ്ങൾ എത്ര ഉയർന്ന പദവി നേടുന്നു. പിന്നെ ഇറങ്ങുന്നു, കയറുന്നു. ബാബു പറയുന്നു, ഞാൻ നിങ്ങളുടെ പിതാവാണ്. നിങ്ങൾ എന്നെ പതീത പാവനൻ എന്ന് പറയുന്നല്ലോ. ഞാൻ സർവശക്തിവാൻ ഓൾമൈറ്റിയാണ്. കാരണം എൻ്റെ ആത്മാവ് സദാ 100% പവിത്രമായിരിക്കുന്നു.
ബിന്ദുരൂപമായ ഞാൻ അതോറിറ്റിയാണ്. സർവശാസ്ത്രങ്ങളുടെയും രഹസ്യം അറിയുന്നു. ഇത് എത്ര വണ്ടറാണ്! ഇതെല്ലാം വണ്ടർഫുൾ ജ്ഞാനമാണ്. ആത്മാവിൽ 84 ജന്മങ്ങളുടെ അവിനാശി പാർട്ടുണ്ട് എന്നൊരിക്കലും കേട്ടിട്ടുണ്ടാകില്ല. അതൊരിക്കലും തേഞ്ഞു പോകുന്നില്ല, തുടർന്ന് വരിക തന്നെ ചെയ്യുന്നു. 84 ജന്മങ്ങളുടെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. 84 ജന്മങ്ങളുടെ റെക്കോർഡ് നിറഞ്ഞിരിക്കുന്നു. ഇത്രയും ചെറിയ ആത്മാവിൽ ഇത്രയും ജ്ഞാനമുണ്ട്. ബാബയിലുമുണ്ട്, അപ്പോൾ കുട്ടികളായ നിങ്ങളിലുമുണ്ട്. എത്ര പാർട്ട് അഭിനയിക്കുന്നു! ഈ പാർട്ട് ഒരിക്കലും മാഞ്ഞു പോകുന്നതല്ല. ആത്മാവ് ഈ കണ്ണുകൾ കൊണ്ട് കാണപ്പെടുന്നില്ല, ബിന്ദുവാണ്. ബാബയും പറയുന്നു, ഞാൻ ഇങ്ങനെയുള്ള ബിന്ദുവാണ്. ഇതും നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ പരിധിയില്ലാത്ത ത്യാഗിയും രാജഋഷിയുമാണ്. എത്ര ലഹരി കയറേണ്ടതാണ്! രാജഋഷി പൂർണ്ണമായും പവിത്രമായിരിക്കുന്നു. രാജഋഷി സൂര്യവംശിയും ചന്ദ്രവംശിയുമാണ്. അവർ ഇവിടെ രാജപദവി പ്രാപ്തമാക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തോണിക്കാരൻ്റെ സ്റ്റീമറിൽ ഇരിക്കുകയാണ്. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ് എന്നതും അറിയുന്നുണ്ട്. തീർച്ചയായും പോകേണ്ടതുണ്ട്. പഴയ ലോകത്തിൽ നിന്നും പുതിയ ലോകത്തിലേക്ക്, ശാന്തിധാമം വഴി. ഇത് സദാ കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എപ്പോഴാണോ നമ്മൾ സത്യയുഗത്തിലായിരുന്നത്, അപ്പോൾ മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ തന്നെ രാജ്യമായിരുന്നു. ഇപ്പോൾ വീണ്ടും യോഗബലത്തിലൂടെ തൻ്റെ രാജ്യം നേടിക്കൊണ്ടിരിക്കുന്നു. കാരണം യോഗബലത്തിലൂടെ തന്നെയാണ് വിശ്വത്തിൻ്റെ രാജപദം നേടുവാൻ സാധിക്കുന്നത് എന്നത് മനസ്സിലാക്കിച്ചു തന്നു. ബാഹുബലത്തിലൂടെ ആർക്കും നേടുവാൻ സാധിക്കില്ല. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. കളി തയ്യാറാക്കപ്പെട്ടതാണ്. ഈ കളിയുടെ അറിവ് ബാബ തന്നെയാണ് നൽകുന്നത്. തുടക്കം മുതൽ ഉള്ള മുഴുവൻ ലോകത്തിൻ്റെയും ഹിസ്റ്ററിയും ജോഗ്രഫിയും കേൾപ്പിക്കുന്നു. നിങ്ങൾ സൂക്ഷ്മവദനത്തിൻ്റെയും മൂലവദനത്തിൻ്റെയും രഹസ്യത്തെയും നല്ല രീതിയിൽ അറിയുന്നുണ്ട്. സ്ഥൂലവദനത്തിൽ ഇവരുടെ രാജ്യമായിരുന്നു, അതായത് നമ്മുടെ രാജ്യമുണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് പടികൾ ഇറങ്ങുന്നത്, അതും ഓർമ്മ വന്നു കഴിഞ്ഞു. പടി കയറുക, ഇറങ്ങുക. ഈ കളി കുട്ടികളുടെ ബുദ്ധിയിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ ബുദ്ധിയിലുണ്ട്. എങ്ങനെയാണ് ഈ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകുന്നത്? ഇതിൽ നമ്മുടേത് ഹീറോയിൻ്റെ പാർട്ടാണ്. നമ്മൾ തന്നെയാണ് തോറ്റുപോകുന്നത്, പിന്നെ ജയം നേടുന്നത്. അതിനാൽ ഹീറോയിൻ എന്ന നാമം വച്ചിരിക്കുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാഗ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഇപ്പോൾ നമ്മൾ വനവാസത്തിലാണ്. അതിനാൽ വളരെ വളരെ സാധാരണമായി കഴിയണം. ദേഹത്തിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ മറ്റോ ഒരു അഭിമാനവും വയ്ക്കരുത്. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ബാബയുടെ ഓർമ്മയുടെ ലഹരി കയറിയിരിക്കണം. നമ്മൾ പരിധിയില്ലാത്ത ത്യാഗിയും രാജഋഷിയുമാണ്. ഈ ലഹരിയിലിരുന്ന് പവിത്രമാകണം. ജ്ഞാനധനത്തിൻ്റെ നിറവുള്ളവരായി ദാനം ചെയ്യണം. സത്യമായ കരാറുകാരായി തൻ്റെ കണക്ക് വയ്ക്കണം. വരദാനം. സ്വയം സേവാധാരിയായി മനസ്സിലാക്കി കുനിയുകയും സർവരെയും കുനിയിക്കുകയും ചെയ്യുന്ന നിമിത്തവും വിനയചിത്തരുമായി ഭവിക്കട്ടെ. ആരാണോ തൻ്റെ ഓരോ സങ്കല്പവും ഓരോ കർമ്മവും ബാബയുടെ മുന്നിൽ അർപ്പിക്കുന്നത്, അവരെയാണ് നിമിത്തം എന്ന് പറയുന്നത്. നിമിത്തമാവുക എന്നാൽ അർപ്പണമാവുക എന്നർത്ഥം. ആരാണോ കുനിയുന്നത്, അവരാണ് വിനയചിത്തർ. എത്രത്തോളം സംസ്കാരങ്ങളിലും സങ്കല്പങ്ങളിലും കുനിയുമോ, അത്രയും വിശ്വം താങ്കളുടെ മുന്നിൽ കുനിയും. കുനിയുക എന്നാൽ
കുനിയിക്കുക എന്നർത്ഥം. മറ്റുള്ളവരും നമ്മുടെ മുന്നിൽ അല്പം കുനിയട്ടെ എന്ന സങ്കല്പം പോലും ഉണ്ടാകരുത്. ആരാണോ സത്യമായ സേവാധാരികൾ അവർ സദാ കുനിയുന്നു, ഒരിക്കലും തൻ്റെ അധികാരഭാവം കാണിക്കുന്നില്ല. സ്ലോഗൻ: ഇപ്പോൾ സമസ്യ സ്വരൂപം അല്ല, പരിഹാര സ്വരൂപം ആകൂ. അവ്യക്ത സൂചന: മഹാൻ ആകുന്നതിനു വേണ്ടി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. മഹാൻ ആത്മാക്കളായ താങ്കളുടെ ഓരോ മനസ്സാ സങ്കല്പവും ഓരോ ആത്മാവിനെ പ്രതിയും മധുരമായിരിക്കട്ടെ, മഹാൻ ആയിരിക്കട്ടെ. ഏതുപോലെ ബാബയുടെ സ്വഭാവം സദാ ഓരോ ആത്മാവിനെ പ്രതിയും മംഗളത്തിൻ്റെയും ദയയുടെയും ഭാവനയുടേതാണ്. ഓരോരുത്തരെയും ഉയരങ്ങളിൽ ഉയർത്തുന്നതിൻ്റെയും മധുരതയുടെയും വിനയത്തിൻ്റേതുമാണ്. തൻ്റെ സ്വഭാവത്തെ ഇങ്ങനെയാക്കി മാറ്റൂ. അഥവാ തീവ്രമായി സംസാരിക്കുന്നതിൻ്റെയോ ആവേശത്തിൽ വരുന്നതിൻ്റെയോ സ്വഭാവം ഉണ്ടെങ്കിൽ ഇതും ബ്രാഹ്മണ ജീവിതത്തിൽ വളരെ വലിയ വിഘ്നമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവത്തെ പരിവർത്തനപ്പെടുത്തൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഒരു ബാബ, രണ്ടാമതാരുമില്ല എന്ന ഗഹന തപസ്യയുടെ വിധിയിലൂടെ ഞാൻ ആത്മാവ് വിധാതാവും വരദാതാവുമായ ബാബയിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും ഖജനാവുകൾ ശേഖരിക്കുകയാണ്. സമ്പന്നമായ സ്ഥിതി കൈവരിക്കുകയാണ്. മന്മനാഭവയുടെ മന്ത്രസ്വരൂപമായ ഞാൻ ലൈറ്റ് ഹൗസ്, മൈറ്റ് ഹൗസ് ആകുന്നു. വിശ്വത്തിൽ വിദൂര സ്ഥാനങ്ങളിലായി അശാന്തരും ബലഹീനരുമായ എത്ര ആത്മാക്കളാണ്. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ഞാൻ ശാന്തിയുടെയും ശക്തിയുടെയും പ്രകാശകിരണങ്ങൾ നൽകുകയാണ്. ഈ ശ്രേഷ്ഠ വൈബ്രേഷൻ വിശ്വമാകെ വ്യാപിക്കുകയാണ്. അശാന്തരും ബലഹീനരുമായ ആത്മാക്കൾ ശാന്തിയും ശക്തിയും സ്വീകരിച്ച് അവരുടെ ശാന്തിയാകുന്ന ആത്മധർമ്മത്തിൽ സ്ഥിതി ചെയ്യട്ടെ. ശക്തി സമ്പന്നമായി മാറട്ടെ. तेरे प्यार को संजोए, नैनों को है भिगोए, यादों के मोतियों को सांसों में है पिरोए। वो सद्गुणों के सागर भरने हर एक गागर, हर हियत
सादर पधारिए, सादर पधारिए। आनंद के प्रदाता हे स्नेह शक्ति दाता, अव्यक्त बाप दादा सादर पधारिए, सादर पधारिए, सादर पधारिए।